ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചെടുത്തത് ലക്ഷക്കണക്കിന് രൂപയെന്ന് സൂചന. വിദേശത്തുള്ള ഭക്തരും പണം നൽകി. മാളികപ്പുറം ദേവസ്വത്തിന് 7 പവന്റെ മാല നൽകി വിവാദം ഒഴിവാക്കാനും ശ്രമിച്ചു. സർക്കാർ പ്രതിസന്ധിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഹൈക്കോടതി അന്വേഷണം ആവശ്യപ്പെടാനുള്ള നീക്കത്തിൽ ദേവസ്വം വിജിലൻസ്. സർക്കാരിനെ പിന്തുണച്ച് NSSന്റെ മനം മാറ്റാൻ ശ്രമങ്ങൾ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ. പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കൂടിക്കാഴ്ച പാർട്ടി പറഞ്ഞിട്ടല്ലെന്ന് VD സതീശൻ. സൗഹൃദ സന്ദർശനമെന്ന് സണ്ണി ജോസഫ്. സുകുമാരൻ നായർക്ക് പിന്തുണയുമായി തിരുവനന്തപുരം ശ്രീവരാഹത്ത് ഫ്ലക്സ് ബോർഡ്. ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെ സൈക്കോ കില്ലർ സെബാസ്റ്റ്യൻ കൊന്നത് 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി. ബിന്ദുവിന് പണം നൽകിയത് സെബാസ്റ്റ്യന്റെ സുഹൃത്ത് സതീശൻ. നിർണായക വിവരം പുറത്തുവിട്ട് ന്യൂസ് 18. സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ച് ബിന്ദുവിനെ കൊന്ന ശേഷം മൃതദേഹം രക്തം കട്ടപിടിക്കും വരെ സൂക്ഷിച്ചെന്നും ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തൽ. ദുരന്തത്തിൽ കലാശിച്ച വിജയുടെ കരൂർ റാലിയിൽ ജില്ലാ സെക്രട്ടറിക്ക് പിന്നാലെ കൂടുതൽ VTK നേതാക്കൾ അറസ്റ്റിലാകും. വിജയ്ക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല. DMK നേതാവ് സെന്തിൽ ബാലാജിയുടെ പേരെഴുതി വെച്ച് TVK ബ്രാഞ്ച് സെക്രട്ടറി ആത്മഹത്യ ചെയ്തു. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി കൊല്ലൂർ മൂകാംബിക. ഇന്ന് ദുർഗാഷ്ടമി. തീർത്ഥാടക പ്രവാഹം തുടങ്ങി. സമഗ്ര കവറേജുമായി ന്യൂസ് 18 സംഘം. മലപ്പുറം ജില്ലാ വിഭജനം വീണ്ടും സജീവ ചർച്ചയാക്കി മുസ്ലിം ലീഗ്. കുറുക്കോളി മൊയ്തീന്റെ പരാമർശം ചർച്ചയിൽ. താനൂർ തിരൂർ താലൂക്കുകൾ കൂട്ടിച്ചേർത്ത് തിരൂർ ജില്ല വേണം. പൂർണ്ണമായും പിന്തുണയ്ക്കാതെ ലീഗ്. ലീഗിന്റേത് SDPAയുടെ അതേ ആവശ്യമെന്ന് CPM. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമോ എന്ന് ലീഗിനെ വെല്ലുവിളിച്ച് KT ജലീൽ. ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഗാസ യുദ്ധം തീർക്കാൻ സമാധാന പദ്ധതിയുമായി വൈറ്റ് ഹൌസ്. അംഗീകരിച്ച് ഇസ്രായേൽ. ഹമാസ് അനുസരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ജോലി പൂർത്തിയാക്കുമെന്ന് താക്കീത്. ദോഹയിലെ ആക്രമണത്തിന് ക്ഷമാപണം നടത്തി നെതന്യാഹു.